ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടാകും, അതൊരു മിനി പർച്ചേസിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പോവാണ്. അപ്പോൾ രാവിലെ ക്ലൗഡ് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് തന്നെ ഞാൻ ആദ്യം ഫോട്ടോയിൽ കണ്ട ശേഷമാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വർക്കിലെത്തി അവിടെയുള്ള കളി കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വർക്ക് കഴിഞ്ഞു. ഒരു ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നു, 1 മണിവരെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവരൊക്കെ 11 മണിയാകുമ്പോഴേക്കും എത്തി എൻ്റെ വാക്ക് കേട്ടിട്ട്. എന്നിട്ട് 1 മണിവരെ അവർ ഇവിടെ ജെല്ലി ജാമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഗൈസ്. അപ്പോൾ അവർ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പോയ സമയത്ത് എനിക്കും ഒരു ലൈം ഓർഡർ ചെയ്തു. പിന്നെ എനിക്ക് പഫ്സ് ഓർഡർ ചെയ്തതിന് പാതി എടുത്ത് ആദ്യം കഴിച്ചു ഗൈസ്. അങ്ങനെ എല്ലാവരും ടെൻഷനായിരുന്നു ഞാൻ വരാൻ സമയത്തിൻ്റെ പേരിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ 1:30 കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് പോയത് ഗോൾഡ് പർച്ചേസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രിനിറ്റിയിലാണ് പോയത്. അത്യാവശ്യം നല്ല കളക്ഷൻസും അടിപൊളി കസ്റ്റമർ സർവീസ് കാര്യങ്ങൾ. അവിടുത്തെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആൾ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കസ്റ്റമർ സർവീസിന് ആളായിരുന്നു. അപ്പോൾ അവർ സൂപ്പറായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, പറഞ്ഞു തന്നു. ഞങ്ങൾ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ പോവാണ് ഗൈസ്. ഡ്രസ്സ് നോക്കാൻ പോയിട്ടാണ് ശരിക്കും എന്താ പറയണത്, തല കറങ്ങി വീണ അവസ്ഥയായിരുന്നു. അതായത് ഏത് ഷോപ്പിൽ പോയാലും ഞാൻ പറഞ്ഞു അവരോട് ഇന്ന ഷോപ്പിൽ പോയാൽ മതി, ഇന്ന സാധനങ്ങൾ കിട്ടുന്നു. അപ്പോൾ അവർക്ക് റെഡിമെയ്ഡ് വേണം എന്നുള്ളത് വിചാരിച്ചിട്ട് കയറിയതാണ്. കയറി ഓരോ ഷോപ്പ് മാറി കയറിയതല്ലാണ്ട് ഞങ്ങൾ വിചാരിച്ചത്ര ഡ്രസ്സോ വിചാരിച്ച രീതിയോ ഒന്നും കിട്ടില്ല. ഫസ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ അത്യാവശ്യം അവിടെ നിറയെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം ഒത്തിരി ഹെവി വെയിറ്റും അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്ത് സെക്കൻഡ് ഷോപ്പിലേക്ക് പോയി. അവിടെ പോയിട്ടും ഞങ്ങൾക്ക്, അതായത് MK സിൽക്സ് ആയിരുന്നു, അവിടെ പോയിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച ക്ലോത്ത് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ആതിരയ്ക്കും ശരിക്കും അടുത്ത് ഉച്ചശേഷം ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് വിശന്നപ്പോൾ ഒരുമാതിരി ആയി. പിന്നെ അതിൻ്റെ തന്നെ ബുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജിന് ഡ്രസ്സ് എടുത്ത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെയും എന്തോ ഒരു പറ്റായിക. കാരണം ഞാൻ ഓൾറെഡി ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് അത് പറഞ്ഞപ്പോൾ അവർ കേൾക്കാണ്ട് അവിടെ ഇവിടെയും പോയി. പിന്നെ 4ാമത്തെ അടിയിൽ ഒരു ഷോപ്പിൽ പോയി വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. പിന്നെ 5ാമത്തെ ഷോപ്പ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീധറിലാണ് ആക്ച്വലി ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ്, അതായത് അവിടെ മെറ്റീരിയൽസിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും ഞങ്ങൾക്ക് കുറേ നോക്കിയിട്ട് ശരിയല്ല. പിന്നെ ഞങ്ങൾ ഗോഡൗണിൽ അതിൻ്റെ ഗോഡൗണിൽ പോയിട്ടാണ് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊരു കളേഴ്സ് അടക്കം ഞാൻ ഫിക്സ് ചെയ്ത് പോയി. അവസാനം എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ കളർ എടുത്തു ഗൈസ്. പിന്നെ ഞങ്ങൾ ആർഷിക്ക് ഒരു ഡ്രസ്സ് എടുക്കാമെന്നുള്ളൊരു മട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിലേതോ ഒരു ഡ്രസ്സ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫുള്ള് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ തന്നെ 4 മണി ആവാറായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുള്ള് പർച്ചേസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയ വഴി തന്നെ അങ്ങനെ ഈ കഥയും പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ഗൈസ്. പിന്നെ അടുത്ത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഫുഡിന് കോംപ്രമൈസേഷൻ ചെയ്യാൻ പാടില്ലല്ലോ. എന്തൊക്കെയോ കഴിഞ്ഞു. അപ്പോൾ ഫുഡ് നന്നായി കഴിക്കാമെന്നുള്ള മട്ടിൽ വന്നിരുന്നു. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു ഫേവറേറ്റ് ഹോട്ടലും. ആദ്യം തന്നെ എനിക്കുള്ള ഫ്രൈഡ് റൈസും കോളിഫ്ലവർ ചില്ലി ഗോപിയാണ് വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എപ്പോഴും പോയി വെജിറ്റേറിയനിൽ അവിടെ കഴിക്കുക. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം വിശപ്പൊക്കെ പോയി, എന്നാലും വിട്ടില്ല, ഉള്ള ഫുഡൊക്കെ ഫുള്ളായിട്ട് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങളങ്ങനെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ അങ്ങനെ ബില്ല് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പാക്കിങ് കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് പുറത്ത് നോക്കുന്ന സമയം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ തന്നെ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ആ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ രഞ്ജുവിന് പഴം കണ്ടപ്പോൾ, അത് നേന്ത്രപ്പഴം കണ്ടപ്പോൾ അവൾക്ക് നേന്ത്രപ്പഴം വേണമെന്നുള്ളതായിരുന്നു. പിന്നെ അവൾ പോയിട്ട് പഴം വാങ്ങാൻ പോയി. പഴമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നു. ബസ് കാര്യങ്ങളൊക്കെ പോയി. അവസാനം ഒരു പെരുവഴിയായി എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഇവർക്ക് 2 പേർക്കും കുഴപ്പമില്ല, സ്ട്രെയിറ്റ് ബസ് കിട്ടി. ഞാനാണ് ശരിക്കും പെട്ട അവസ്ഥയായത്. അപ്പോൾ രഞ്ജു പോയി ഗൈസ്. അങ്ങനെ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എല്ലാവരെയും ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം ബസ് കയറ്റി ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്ന് ബസ് കയറി ഗൈസ്. അങ്ങനെ ഞാൻ ബസ്സിൽ വന്നിരുന്നു. പിന്നെ ബസ്സിൽ കയറി ഇരുന്നിട്ടാണ് ഞാൻ എവിടെ ഇറങ്ങണം എന്ത് ചെയ്യണം എന്നുള്ളൊരു മട്ടിലായത്. പിന്നെയാണ് ഏട്ടൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഞാൻ അങ്ങനെ ഏട്ടനെ വിളിച്ചു. അപ്പോൾ ഏട്ടൻ കഞ്ചിക്കോട് വന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഞ്ചിക്കോട് വന്ന് ഏട്ടനെ മീറ്റ് ചെയ്തു. വീടെത്തി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.